ലേണിംഗ് ഫാർമക്കോളജി ഫാർമസിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ബി.ഫാമിന് അഡ്മിഷൻ എടുക്കാൻ പോകുന്ന ഒരാളാണോ? ഒരു ഫാർമ കോളേജ് സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. എന്തുകൊണ്ടാണ് കോളേജ് സെലക്ട് ചെയ്യുമ്പം ശ്രദ്ധിച്ച് സെലക്ട് ചെയ്യണമെന്ന് പറയുന്നത്? കാരണം കോളേജുകൾ നിങ്ങളുടെ കരിയറിലോട്ടുള്ള ലോഞ്ച് പാഡാണ്. ഇൻറ്റേൺഷിപ്സ്, സ്കിൽ ബേസ്ഡ് ട്രെയിനിങ്, പ്ലേസ്മെൻറ്റ് സപ്പോർട്ട് ഇതൊക്കെ പഠന സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ ഹൈ പേയിങ് ആയിട്ടുള്ള ജോലികളിലേക്ക് പെട്ടെന്ന് തന്നെ കയറുവാൻ നിങ്ങൾക്ക് സാധിക്കും. അല്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഫാർമസി പഠിച്ചതുകൊണ്ട് അവസാനം ഏതെങ്കിലും ഒരു ഫാർമസിയുടെ കൗണ്ടറിൽ മാത്രമായിട്ടായിരിക്കും നിൽക്കുന്നത്. നമുക്കൊരു റിയാലിറ്റി ചെക്ക് നടത്തിയാലോ? ജസ്റ്റ് സിലബസ് പഠിപ്പിക്കുന്ന ഒരു കോളേജാണ് നിങ്ങളുടേതെങ്കിൽ നിങ്ങൾക്ക് കോഴ്സ് കഴിഞ്ഞൊരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് മാത്രമാണ് ലഭിക്കുന്നത്. അതേസമയം ഇൻറ്റേൺഷിപ്സും ട്രെയിനിങ്ങും പ്ലേസ്മെൻറ്റ്സും ഒക്കെ ഉള്ള ഒരു കോളേജിലാണ് നിങ്ങൾ അഡ്മിഷൻ എടുത്തിരിക്കുന്നതെങ്കിൽ അവർ നിങ്ങൾക്ക് വേണ്ട കരിയർ ഗൈഡൻസ് നൽകുന്നു. അതോടൊപ്പം ഫാർമക്കോവിജിലൻസ്, ക്ലിനിക്കൽ ഡേറ്റ മാനേജ്മെൻറ്റ്, റെഗുലേറ്ററി, മെഡിക്കൽ റൈറ്റിംഗ് തുടങ്ങിയ ജോലികൾക്ക് ആവശ്യമായ പ്രാക്ടിക്കൽ സ്കിൽസ് നിങ്ങൾക്ക് കോളേജിൽ വെച്ച് തന്നെ ഡെവലപ്പ് ചെയ്യാനുള്ള അവസരം അവർ ഒരുക്കി തരുന്നു. അതുമാത്രമല്ല, ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് പല കമ്പനികളെ കൊണ്ടുവന്ന് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് നൽകിത്തന്ന് അവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് നല്ലൊരു ജോലി ലഭിക്കാനും സഹായിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കോളേജുകൾ ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ ഈ ചെക്ക് ലിസ്റ്റ് കൂടെ കയ്യിൽ കരുതുക. കോളേജ് അതോറിറ്റിയോട് സിലബസിന് പുറമെ എന്തൊക്കെ കാര്യങ്ങൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് ചോദിച്ചറിയണം. എസ്പെഷ്യലി ഇൻറ്റേൺഷിപ്പ് ഗൈഡൻസ് അവർ തരുന്നുണ്ടോ എന്നറിയുക. കാരണം ചില കോളേജുകൾക്ക് കമ്പനിയുമായിട്ട് ടൈപ്പ് ഉണ്ട്. അതുവഴി അവർക്ക് സ്റ്റുഡൻസിന് ഇൻറ്റേൺഷിപ്പ് നൽകാൻ കഴിയും. ഫോർ എക്സാമ്പിൾ SRM പോലുള്ള കോളേജുകൾ വലിയ മൾട്ടിനാഷണൽ കമ്പനിയായ സനോഫി, മെർക്കുമായിട്ടൊക്കെ ടൈപ്പ് ഉണ്ട്. അതുവഴി അവിടുത്തെ കുട്ടികൾക്ക് ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ജോബ് സെക്യൂർ ചെയ്യാൻ സഹായിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്. രണ്ടാമത്, ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ എക്സ്പോഷർ കോളേജുകൾ തരും. ചില ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ചേർന്ന് അങ്ങനെയുള്ള പരിപാടികൾ കോളേജുകൾ ചെയ്യാറുണ്ട്. അത് നിങ്ങളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സഹായിക്കും. കാരണം നിങ്ങൾ പ്രാക്ടിക്കലി ട്രെയിൻഡ് ആണ്. എന്ത് ജോലി തന്നെ ചെയ്യണോ അതിനെപ്പറ്റിയുള്ള പ്രാക്ടിക്കൽ ട്രെയിനിങ് കൂടെ അതുവഴി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് നല്ലൊരു കരിയർ ഗൈഡൻസ് ക്ലാസ് അവർ ഒരുക്കി തരുന്നുണ്ടോ? എന്തൊക്കെയാണ് ഓപ്പർച്യൂണിറ്റീസ് ആഫ്റ്റർ ബി.ഫാം? ജസ്റ്റ് കൗണ്ടറിൽ നിൽക്കുന്ന കാര്യം മാത്രമല്ല, അല്ലാതെ ഈ ഫാർമസി ഡിഗ്രി കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളതിനെ പറ്റിയുള്ള കരിയർ ഗൈഡൻസ് അവർക്ക് നിങ്ങൾക്ക് നൽകുകയാണെങ്കിൽ, അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ടൊരു അലൂമിനി നെറ്റ്വർക്ക് അവർക്കുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഇവയൊക്കെ ഉണ്ടെങ്കിൽ അതൊരു നല്ല കോളേജാണ്. തീർച്ചയായും നിങ്ങൾക്ക് അവരെ സെലക്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ അവരുടെ പ്ലേസ്മെൻറ്റ് റെക്കോർഡ്സിനെ പറ്റിയും ചോദിക്കുക. എത്രത്തോളം കുട്ടികൾ ഏതൊക്കെ കമ്പനികളിൽ പ്ലേസ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യം ചോദിക്കുക. അതോടെ ഏതൊക്കെ കമ്പനികൾ ആ ക്യാമ്പസിൽ ഇൻ്റർവ്യൂവിന് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവയൊന്നും അവർക്കില്ല എങ്കിൽ തീർച്ചയായും അതൊരു റെഡ് ഫ്ലാഗ് കോളേജ് തന്നെയാണ്. അങ്ങനെയുള്ള കോളേജുകൾ നിങ്ങൾ ദയവായി അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഓൾറെഡി കോളേജിലാണ്, നിങ്ങളുടെ കോളേജ് ഇതൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നോർത്ത് വിഷമിക്കുകയൊന്നും വേണ്ട. നിങ്ങൾക്ക് തന്നെ ചില കാര്യങ്ങൾ ചെയ്ത് നിങ്ങളുടെ കരിയർ റെഡിയാക്കാം. ഒന്നാമത്, ലിങ്ക്ഡിൻ നല്ല രീതിയിൽ ഉപയോഗിക്കുക, നെറ്റ്വർക്ക് ചെയ്യുക. നിങ്ങൾക്ക് ലിങ്ക്ഡിനിൽ ഇൻറ്റേൺഷിപ്സ്, സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ഇതിനെപ്പറ്റിയൊക്കെയുള്ള പോസ്റ്റുകൾ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് തന്നെ ഇൻറ്റേൺഷിപ്പിന് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ല, നിങ്ങൾക്ക് ഇൻഡസ്ട്രി റെഡിയായിട്ടുള്ള സ്കിൽസ് വേണമെന്നാണ് താല്പര്യമെങ്കിൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് നൽകുന്ന സർട്ടിഫിക്കറ്റ് കോഴ്സുകളുണ്ട്. ഇതിനൊക്കെ ചെറിയ ഫീസൊക്കെ ഉണ്ട്, എങ്കിലും അത് പഠിക്കുന്നത് നല്ലതായിരിക്കും. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഫാർമക്കോവിജിലൻസ്, റെഗുലേറ്ററി അഫയേഴ്സ്, ക്ലിനിക്കൽ ട്രയൽസ്, ഫാർമ അനലിറ്റിക്സ് പോലുള്ള കോഴ്സുകൾ ചെയ്യാം. ഇത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളതിൽ സ്കിൽഡ് ആണെങ്കിൽ കമ്പനി നിങ്ങളെ ഫ്രഷർ ആണെങ്കിൽ പോലും ജോലിക്ക് കൺസിഡർ ചെയ്യും. പിന്നെ നിങ്ങൾ മാസ്റ്റേഴ്സ് എടുക്കാനാണ് താല്പര്യമുള്ള വ്യക്തികളെങ്കിൽ നിങ്ങൾക്ക് M.Pharmന് റെഗുലേറ്ററി അഫയേഴ്സോ ക്ലിനിക്കൽ റിസർച്ചോ ചെയ്യാവുന്നതാണ്. കാരണം ജോലി കഴിഞ്ഞിട്ട് അങ്ങനെയുള്ളവരെ കമ്പനി ഡയറക്റ്റ് റിക്രൂട്ട് ചെയ്യാറുണ്ട്. പ്രയർ എക്സ്പീരിയൻസ് ഒന്നും തന്നെ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ പോലും. ബി.ഫാമിന് ശേഷം ഇന്ത്യയിൽ ജോലി ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെ മേഖലകളാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ഫാർമക്കോവിജിലൻസ്, ക്ലിനിക്കൽ ഡേറ്റ മാനേജ്മെൻറ്റ്, റെഗുലേറ്ററി അഫയേഴ്സ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, മെഡിക്കൽ റൈറ്റിംഗ്, ഫാർമ അനലിറ്റിക്സ്, ബിസിനസ് അനലിറ്റിക്സ്, ഹെൽത്ത് എക്കണോമിക് ആൻഡ് ഔട്ട്കംസ് റിസർച്ച്, പിന്നെ അതുകൂടാതെ മെഡിക്കൽ അഫയേഴ്സ്, അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് ഇൻ്റലിജൻസ്. ഈ മേഖലകളിലൊക്കെ ഫാർമ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള വ്യക്തികൾക്ക് ജോലി ചെയ്യാവുന്നതാണ്. ഒരേ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളിത് ചെയ്യാൻ ആവശ്യമായ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. അത് കോളേജ് കാലഘട്ടത്തിലേ ചെയ്യാമെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക,
നിങ്ങൾ പഠിക്കാനായിട്ട് ചിലവാക്കുന്ന തുക എന്നുള്ളത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നിങ്ങൾക്ക് ഡിഗ്രിയോടൊപ്പം ഇൻറ്റേൺഷിപ്പ് സാധ്യതകളും കരിയർ ഗൈഡൻസും പ്ലേസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസും ഒക്കെ നൽകുന്ന ഒരു കോളേജാണ് എങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത പണത്തിനുള്ള മൂല്യം തിരികെ ലഭിക്കുന്നു. അതുകൊണ്ട് കോളേജ് നിങ്ങൾ ചൂസ് ചെയ്യുമ്പം തീർച്ചയായിട്ടും കരിയർ ഗൈഡൻസും പ്ലേസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസും ഇൻറ്റേൺഷിപ്സും എല്ലാം നൽകുന്ന ഒരു കോളേജ് സെലക്ട് ചെയ്യുക. നിങ്ങൾ തന്നെ നിങ്ങളുടെ കരിയറിൻ്റെ കൺട്രോൾ ഏറ്റെടുക്കുക. ഫാർമസി കൗണ്ടറിൽ നിൽക്കുന്നത് മാത്രമല്ല ഫാർമ ഡിഗ്രി പഠിച്ച ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നത്. അതിനപ്പുറം ഇതുപോലുള്ള ജോലികൾ കൂടെ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് പരിചയത്തിലുള്ള ഫാർമസി വ്യക്തികൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. Thank you for watching.